വെൽക്കം ടു യെറ്റ് ആൻഡ് ദ ക്ലാസ് ഓഫ് മെക് ബി എ ടീച്ചർ. മെക് ബി എ ടീച്ചറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ വെക്റ്റർ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ പ്രോബ്ലമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വെക്റ്റർ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രോബ്ലം, ഫൈൻഡ് എ ക്രോസ് ബി ഇഫ് എ ഈസ് ഈക്വൽ ടു 2i പ്ലസ് 2j മൈനസ് കെ ആൻഡ് ബി ഈസ് ഈക്വൽ ടു 6i മൈനസ് 3j പ്ലസ് 2k. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നമ്മുടെ റെക്ടാങ്കുലർ കോമ്പോണൻസിൻ്റെ രൂപത്തിലാണ് അല്ലെങ്കിൽ ഐ ജെ കെ രൂപത്തിലാണ് എയും ബിയും തരുന്നതെങ്കിൽ എ ക്രോസ് ബി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിറ്റർമിനന്റ് ഓഫ് ഐ ജെ കെ A1 A2 A3. എന്താണ് A1 A2 A3 എന്ന് പറയുന്നത്? ഇപ്പോൾ എ എന്ന് പറയുന്നത് വെക്റ്റർ എ എന്ന് പറയുന്നത് A1i പ്ലസ് A2j പ്ലസ് A3k ആണെങ്കിൽ ആ A1 A2 A3 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു B1i പ്ലസ് B2j പ്ലസ് B3k ആണ് എങ്കിൽ താഴെ എന്ത് എഴുതണം? B1 B2 B3 എന്ന് എഴുതണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കിട്ടാം ഐ ഇൻറ്റു ഐ വരുന്ന റോവും കോളും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ A2 B3 മൈനസ് A3 B2 മൈനസ് J ഇൻറ്റു A1 B3 മൈനസ് A3 B1 പ്ലസ് K ഇൻറ്റു A1 B2 മൈനസ് A2 B1 മൈനസ് A2 B1. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. A2 B1 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എ എന്താണ്? A1 എന്താണ്? ഇവിടെ A1 എന്ന് പറഞ്ഞാൽ 2 ആണ്, A2 എന്ന് പറഞ്ഞാൽ 2 ആണ്, A3 എന്ന് പറഞ്ഞാൽ -1 ആണ്, B1 എന്ന് പറഞ്ഞാൽ 6 ആണ്, B2 എന്ന് പറഞ്ഞാൽ -3 ആണ്, B3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് എന്നറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഈ രീതിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് എ ക്രോസ് ബി കാണാം. ഓക്കെ, യെസ്. അപ്പോൾ ചോദ്യത്തിൽ ആദ്യം സൊല്യൂഷൻ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എടുത്ത് എഴുതാം. ഓക്കെ, തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്? എ ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഈസ് ഈക്വൽ ടു 2i പ്ലസ് 2j മൈനസ് കെ ഞാൻ എഴുതുന്നു പ്ലസ് -1 ഇൻറ്റു കെ എന്ന് എഴുതുന്നു. ഓക്കെ, ബി എന്താണ്? ബി ഈസ് ഈക്വൽ ടു 6i പ്ലസ് -3j എന്ന് എഴുതുന്നു. നമുക്ക് എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ, പ്ലസ് 2k എന്ന് എഴുതുന്നു. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു? എ ക്രോസ് ബി, എ ക്രോസ് വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ, പിന്നെയോ A1 എന്ന് പറഞ്ഞാൽ 2 ആണ്, A2 2 ആണ്, മുകളിൽ നോക്കുക. A3 -1 ആണ്, B1 6 ആണ്, B2 -3 ആണ്, പിന്നെയോ B3 2 ആണ്. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഐ വരുന്ന റോവും കോളവും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ ഉള്ളത്? പിന്നെയുള്ളത് 2 ഇൻറ്റു 2 അല്ലേ, ദിസ് 2 ഇൻറ്റു ദിസ് 2. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 2 മൈനസ് -3 ഇൻറ്റു -1. -3 ഇൻറ്റു -1 എന്താണ്? -3 ഇൻറ്റു -1 എന്ന് തൽക്കാലത്തേക്ക് എഴുതാം. മൈനസ് ജെ ഇൻറ്റു എന്താണ്? ജെ വരുന്ന റോവും കോളും ക്യാൻസൽ ചെയ്ത് കളയാം. ജെ വരുന്ന റോ ഇതാണ്, കോളം ഇതാണ്, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ 2 ഉണ്ട്, ഈ -1 ഉണ്ട്, 6 ഉണ്ട്, 2 ഉണ്ട്. ആദ്യം മുകളിൽ വരുന്ന ഇടതുവശത്ത് മുകളിൽ വരുന്ന സാധനം എടുക്കുക, അതിന് നേരെ ക്രോസ് ആയി വരുന്നത് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 ഇവിടെയും വരും, 2 ഇൻറ്റു 2 മൈനസ് പിന്നെ ഇവിടെ -1 ഇൻറ്റു 6, അപ്പോൾ -1 ഇൻറ്റു -1 ഇൻറ്റു 6. ഓക്കെ, പ്ലസ് പിന്നെയോ കെ വരുന്ന കോളം. ഓക്കെ, കെ വരുന്ന റോവും കോളും അങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 2 6 -3. ഇടതുവശത്ത് മുകളിലുള്ളവൻ ആരാണ്? 2 ആണ്. അതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളവർ, ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളവർ -3. അപ്പോൾ 2 ഇൻറ്റു -3 മൈനസ് 2 ഇൻറ്റു 6, 2 ഇൻറ്റു 6. ഓക്കെ, അപ്പോൾ എടുക്കേണ്ട ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു റോവും കോളും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ ഐൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ, ഐ ഇൻറ്റു എന്നാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ റോവും അതിനോടനുബന്ധിച്ച് വരുന്ന അതിൻ്റെ കോളവും ക്യാൻസൽ ചെയ്ത് നമ്മൾ കളയുന്നു. അതിനുശേഷം ബാക്കിയുള്ളത് എന്താണ്? നമ്മളിത് കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് 4 എണ്ണമായിരിക്കും. ഈ 4 എണ്ണത്തിൽ ലെഫ്റ്റ് ടോപ്പിൽ വരുന്നവനെ ആദ്യം എന്ത് ചെയ്യാം? അതിന് ഡയഗണലി ഓപ്പോസിറ്റ് വരുന്നവനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു മൈനസ് സൈൻ ഇടുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു മൈനസ് സൈൻ ഇടുക. മൈനസ് സൈൻ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക?
രണ്ടാമത്തവൻ ഒന്ന് നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞു, ഇനി രണ്ടാമത്തവൻ എടുക്കുക. അവൻ ഡയഗണലി ഓപ്പോസിറ്റ് വരുന്ന അവനെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മൈനസ് ഇട്ടതിന് ശേഷം അവനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. ഇതാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇതാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, യെസ്, അങ്ങനെയാണ് നമ്മളെല്ലാം ചെയ്തത് എന്ന് ഓർക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്കൊന്ന് എഴുതാം. ഓക്കെ, ഇതൊന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു 2 ഇൻറ്റു 2 എന്താ 4 ആണ്. മൈനസ് 3 ഇൻറ്റു -1 എന്താ 3 ആണ്. ഓക്കെ, മൈനസ് j ഇൻറ്റു 2 ഇൻറ്റു 2 വീണ്ടും 2 ഇൻറ്റു 2 എന്താണ് 4 ആണ്. മൈനസ് -1 ഇൻറ്റു 6 എന്താണ് -6 ആണ്. ഓക്കെ, പിന്നെയോ പ്ലസ് k ഇൻറ്റു 2 ഇൻറ്റു -3 എന്താണ് -6 ആണ്. മൈനസ് 6 ഇൻറ്റു 2 ഇൻറ്റു 6 എന്താണ് 6 ഇൻറ്റു 2 അല്ലെങ്കിൽ 2 ഇൻറ്റു 6 എത്രയാണ് 12 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു 4 - 3 1 ആണ്. മൈനസ് j ഇൻറ്റു 4 - -6 എന്ത് ചെയ്യും, ഇത് പ്ലസ് ആവും. 4 + 6 10 ആവും. 10 ബ്രാക്കറ്റ് തന്നെ ഇട്ടേക്കാം കേട്ടോ. 10 പ്ലസ് k ഇൻറ്റു -6 - 12 പ്ലസ് മൈനസ് ആവും. അപ്പോൾ എന്തോ -18 എന്നാവും. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്ലസന്റ് ഫോമിൽ ഇതിനെ എടുത്ത് എഴുതിയേക്കാം. ദിസ് ഈസ് ഈക്വൽ ടു I 1 ഇൻറ്റു I എന്താണ് I മൈനസ് 10j മൈനസ് 18k. ഓക്കെ, ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താണ് 1I മൈനസ് 10j പ്ലസ് മൈനസ് 18k എന്ന് എഴുതാം. അതിനെ അവസാനം ഇങ്ങനെ ആക്കി എഴുതാം. ഇത് എഴുതി വെച്ച് അവസാനിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ കാണുന്നതെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദി യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദി വെക്ടേഴ്സ് A is equal to 4I minus j plus 3k and B is equal to minus 2I plus j minus 2k. അപ്പോൾ നമുക്കറിയാം പെർപെൻഡിക്കുലർ രണ്ട് വെക്ടർ വന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എടുത്താൽ മതി, ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതാം, വെക്ടർ പെർപെൻഡിക്കുലർ ടു യൂണിറ്റ് ഈ രണ്ട് വെക്ടേഴ്സിന് ക്രോസ് പ്രൊഡക്റ്റ് കാണാം. ഓക്കെ, അല്ലെങ്കിൽ ഈ രണ്ട് വെക്ടറിന്റെയും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടർ എന്ന് പറയുന്നത് അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ പെർപെൻഡിക്കുലർ വെക്ടർ കാണാം. പിന്നെ ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് കാണേണ്ടതെന്ന് നമുക്കറിയാം. എങ്ങനെ യൂണിറ്റ് വെക്ടർ കാണേണ്ടത്, സപ്പോസ് എ എന്ന് പറയുന്ന വെക്ടർ ഓർ ലെറ്റ് ഇറ്റ് ബി എ വിടാം. ഓക്കെ, നമുക്ക് സപ്പോസ് സി എന്ന് പറയുന്ന വെക്ടറാണ്. സി എന്ന് പറയുന്ന വെക്ടറാണ് എന്ത്, വെക്ടർ പെർപെൻഡിക്കുലർ ടു ഈ എ ആൻഡ് ബി എന്ന് വിചാരിക്കാം. ഓക്കെ, വെക്ടർ പെർപെൻഡിക്കുലർ എ ആൻഡ് ബി എങ്ങനെ കാണാമെന്ന് പറഞ്ഞു. എൻ്റെയും ബിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കിട്ടുമെന്ന് പറഞ്ഞു. അത് സി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഈ സീന് എന്താണ്, സീൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാം. സീൻ്റെ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ എങ്ങനെ കാണാം, സി വെക്ടർ ഡിവൈഡഡ് ബൈ എന്താണ് മോഡ് സി വെക്ടർ. അപ്പോൾ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്ടർ in the direction of C, in the direction of ആരാണ് C വെക്ടർ, അതാണ് ഇത് ഡയറക്ഷൻ ഓഫ് C വെക്ടർ. എന്താണ് C വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് C വെക്ടർ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കണ്ടത് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി ആദ്യം കാണാം. ഓക്കെ, അപ്പോൾ വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി ആദ്യം കാണണം. അപ്പോൾ ആദ്യം സൊല്യൂഷനിൽ ഗിവൺ ഡാറ്റ എഴുതുന്നു. എ ഈസ് ഈക്വൽ ടു നമ്മൾക്ക് ആവശ്യമായ രീതിയിൽ എടുത്ത് എഴുതി വെക്കണം. I 4I പ്ലസ് മൈനസ് 1j പ്ലസ് 3k. B ഈസ് ഈക്വൽ ടു മൈനസ് 2I പ്ലസ് 1j പ്ലസ് മൈനസ് 2k എന്ന് എഴുതി വെക്കുന്നു. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എഴുതി വെച്ചു. ഇനി എന്താ പറയുന്നത്, വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. ഓക്കെ, വെക്ടർ perpendicular to both A and B എന്താണ് is equal to A cross B. വെക്ടർ A cross വെക്ടർ B. അപ്പോൾ എന്താണ് A cross B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, A cross B is equal to എന്താണ് ഡിറ്റർമിനന്റ് I J K, ഡിറ്റർമിനന്റ് I J K 4 -1 3 -2 1 -2. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണുകയാണ്. ക്രോസ് പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും,
ആദ്യം ഐ ഇൻറ്റു ഐ വരുന്ന റോവും കോളവും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ -1 ഇൻറ്റു -2 -3 ഇൻറ്റു -1. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു എന്ത് കിട്ടും? ജെ വരുന്ന റോവും കോളവും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ഇൻറ്റു -2 -3 ഇൻറ്റു -2. പിന്നെയോ പ്ലസ് കെ ഇൻറ്റു കെ വരുന്ന റോവും കോളും ക്യാൻസൽ ചെയ്യുക. 4 ഇൻറ്റു 1 -1 ഇൻറ്റു 2 -1 ഇൻറ്റു -2 -2 ഇൻറ്റു -1 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മൾ പഠിച്ച അതേ രീതിക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ -1 ഇൻറ്റു -2 എന്ന്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു -1 ഇൻറ്റു -2 എന്താണ്? 2 ആണ്. ഓക്കെ, -3 ഇൻറ്റു -1 എന്താണ്? -3 ആണ്. ഓക്കെ, പിന്നെയോ സോറി 3 ഇൻറ്റു -1 അല്ല, റോവും കോളും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ -1 ഇൻറ്റു -2 3 ഇൻറ്റു -1 അല്ല, 3 ഇൻറ്റു 1 ആണ്. ഓക്കെ, എഴുതി ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. -1 അല്ല 1 ആണ്, അപ്പോൾ അത് 3 വരും. ഓക്കെ, ദിസ് ഇസ് 2 - 3. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു -4 ഇൻറ്റു -2 എന്താണ്? -8 ആണ്. പിന്നെയോ -3 ഇൻറ്റു -2 എന്താണത്? -6 വരും. ഓക്കെ, പ്ലസ് കെ ഇൻറ്റു എന്താ വരിക? 4 ഇൻറ്റു 1 4 ആണ്. -1 ഇൻറ്റു -2 +2 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് എനിക്ക് ഫൈനൽ കിട്ടുക. ഇതിനെ വീണ്ടും എനിക്ക് ചുരുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? ദിസ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു 2 - 3 -1 മൈനസ് ജെ ഇൻറ്റു -8 ഇത് പ്ലസ് ആവും. ഓക്കെ, -8 + 6 -2 വരും. ഓക്കെ, പിന്നെ പ്ലസ് കെ ഇൻറ്റു 4 - 2 2 വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു ഐ -2 ഇൻറ്റു ജെ പ്ലസ് 2 ഇൻറ്റു കെ എന്ന് വരും. ഓക്കെ, അതിനെന്ത് ചെയ്യാം? ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ -i മൈനസ് പ്ലസ് ആവും 2j പ്ലസ് 2k എന്നാവും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ആര്? വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി എന്ന് പറയുന്നത് ഇവനാണ്. ഇനി എനിക്ക് എന്ത് കാണണം? ഇനി എനിക്ക് കാണേണ്ടത് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി ആണ്. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി വെക്റ്റർ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി വെക്റ്റർ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി വെക്റ്റർ എന്താണ്? -i പ്ലസ് 2j പ്ലസ് 2k. ഇതാണ് എന്ത്? എൻ്റെ എ ക്രോസ് ബി വെക്റ്റർ ഡിവൈഡഡ് ബൈ മോഡുലസ് എങ്ങനെ കാണാം? റൂട്ട് ഓഫ് -1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു -1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്, 2 സ്ക്വയർ 4 ആണ്, 4 + 4 8, 8 + 1 9. ഓക്കെ, അപ്പോൾ റൂട്ട് 9 എന്ന് വരും. ഓക്കെ, അതിന് ഞാൻ ഏറ്റവും ഈ ഭാഗത്ത് എഴുതാണ്. ഈ ഭാഗത്തൊരു ബോക്സ് ആയിട്ട് എഴുതാണ്. ഇവിടെ നിന്നാണ് വരുന്നത് കേട്ടോ. ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? ഏത്? ഇവിടെ നിന്നാണ് വരുന്നത് കേട്ടോ. ഇവിടത്തേക്ക് ദിസ് ഇസ് ഈക്വൽ ടു -i പ്ലസ് 2j പ്ലസ് 2k ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 + 4 + 4. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു -i പ്ലസ് 2j പ്ലസ് 2k ബൈ റൂട്ട് 9. റൂട്ട് 9 അല്ലെങ്കിൽ 3 എന്ന് എഴുതാം. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഞാൻ എന്താ ഈ ഭാഗത്ത് എഴുതിയേക്കാം. ഫൈനൽ റിസൾട്ട് എന്താണ്? ഫൈനൽ റിസൾട്ട് എന്താണ്? യൂണിറ്റ് വെക്റ്റർ perpendicular to vector A and vector B is equal to എന്താണ്? -i plus 2j
പ്ലസ് 2k ഡിവൈഡഡ് ബൈ 3. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പം പതുക്കെ പോസ് ചെയ്ത് കാണാം. ഞാനിവിടെ സൈഡിൽ ആയിട്ടൊക്കെയാണ് ബാക്കി എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഉത്തരം എന്ന് പറയുന്നത്. ദിസ് ഇസ് മൈ ഫൈനൽ സൊല്യൂഷൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ലാംഡ. ലാംഡയുടെ വാല്യൂ കാണാം. സോ ദ ടു വെക്ടേഴ്സ് എന്താണ് 2i പ്ലസ് 3j മൈനസ് കെ ആൻഡ് 4i പ്ലസ് 6j മൈനസ് ലാംഡ കെ ആർ പാരലൽ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെക്ടർ പാരലൽ ആണ് എങ്കിൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ക്രോസ് പ്രൊഡക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ടു വെക്ടേഴ്സ് are parallel or collinear, പാരലൽ മാത്രമല്ല കൊലീനിയറും കൂടി ആവാം. ഓക്കെ, ദെൻ എന്താണ് എ വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു 0. ഇഫ് ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി എന്ന് എഴുതിക്കോളൂ. വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ, if two vectors vector a and vector b are parallel or collinear, then a cross b is equal to 0. പാരലൽ ആണെങ്കിൽ എന്തുകൊണ്ടെന്ന് നോക്കാം. പാരലൽ ആണ്. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെന്ന് വിചാരിക്കും. ഒരു വെക്ടർ ഇങ്ങനെ, ഒരു വെക്ടർ ഇങ്ങനെ. ഇവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ എത്രയാണ്? 0 ആണ്. ഓക്കെ, കൊലീനിയർ ആണെങ്കിലോ ഒരു വെക്ടർ ഇങ്ങനെയാണ്, മറ്റേ വെക്ടർ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോഴും ഇവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ എത്രയാണ്? 0 ആണ്. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ബി സൈൻ തീറ്റ, ഓക്കെ, ഇൻറ്റു യൂണിറ്റ് വെക്ടർ എൻ ആണ്. ഓക്കെ, നോക്കാം. എ ബി ഇൻറ്റു സൈൻ 0 ആണ്. ഓക്കെ, വെക്ടർ എൻ. എന്താണ് സൈൻ 0 എന്ന് പറഞ്ഞത്? സൈൻ 0 ആണ്. അപ്പം എനിക്ക് എന്ത് കിട്ടും? എ ബി ഇൻറ്റു 0 എൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പം എനിക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ, ഓർ 0 വെക്ടർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 0 വെക്ടർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി 0 ആയിരിക്കും. എന്താണ്? രണ്ട് ലൈൻസ് പാരലൽ അല്ലെങ്കിൽ കൊലീനിയർ ആണെങ്കിൽ എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ചോദിക്കുന്നതാണ് എക്സാം. ഓക്കെ, അപ്പോൾ മറ്റേ കാര്യം നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിൽ പഠിച്ചത് എന്താണ്? രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ, അല്ലെ, രണ്ട് വെക്ടേഴ്സ് എയും ബിയും പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ ഇതിപ്പോൾ പാരലൽ എയും ബിയും. ഓക്കെ, ഇത് എ, ഇത് മൊത്തത്തിൽ ബി. ഓക്കെ, ഇതിപ്പോൾ വെക്ടർ എ, ഇതിപ്പോൾ വെക്ടർ ബി ആണ്. ഓക്കെ, ഈ രണ്ട് വെക്ടറും പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ എ ഡോട്ട് ബി 0. പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ എ ഡോട്ട് ബി 0. പാരലൽ ആണ് എങ്കിൽ എന്താണ്? എ ക്രോസ് ബി 0. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഐഡന്റിറ്റീസ് ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ പാരലൽ ആണെങ്കിൽ എ ക്രോസ് ബി 0, പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി 0. അപ്പോൾ നമ്മൾ ഈ പെർപെൻഡിക്കുലറിന്റെ കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ എന്താണ് പാരലലിന്റെ കാര്യം പുതുതായിട്ട് പഠിക്കുന്നു. അപ്പോൾ ടു വെക്ടേഴ്സ് ആർ പാരലൽ എപ്പോഴാണത്? എ ക്രോസ് ബി 0, കൊലീനിയർ എ ക്രോസ് ബി 0 ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ക്രോസ് പ്രൊഡക്റ്റ് കാണുന്നു, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, 0 വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0i, 0 വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0i പ്ലസ് 0j പ്ലസ് 0k. ഇതാണ് 0 വെക്ടർ എന്നുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്നത്. ഓക്കെ, 0i പ്ലസ് 0j പ്ലസ് 0k ആണ് 0 വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ സൊല്യൂഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ആദ്യം എടുത്തെടുക്കാം. ഓക്കെ, ലാംഡ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാംഡ കണ്ടുപിടിക്കാൻ നമുക്ക് വിഷമമുള്ള കാര്യമില്ല. ഓക്കെ, അപ്പോൾ സേ ലെറ്റ് എ ഈസ് ഈക്വൽ, എയോ ബിയോ തന്നിട്ടില്ല അല്ലേ. ലെറ്റ് എ വെക്ടർ ഈസ് ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് -1 ഇൻറ്റു കെ ആൻഡ് ബി വെക്ടർ ഈസ് ഈക്വൽ ടു 4i പ്ലസ് 6j മൈനസ് ലാംഡ കെ. പ്ലസ് മൈനസ് എന്നാക്കുന്നു, പ്ലസ് മൈനസ് ലാംഡ കെ എന്നാണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക് എന്താണ് ക്രോസ് പ്രൊഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറയുന്നത് അല്ലേ. ഇഫ് പാരലൽ, അത് നമ്മൾ എഴുതും. ഇഫ് എ ആൻഡ് ബി ആർ പാരലൽ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതിക്കുന്നു. ഓക്കെ, ആ കാര്യം കൂടെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും. ഓക്കെ, ഇഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ പാരലൽ then എന്താണ്? എ ക്രോസ് ബി
is equal to 0 vector. 0i plus 0j plus 0k or is equal to 0 എന്ന് എഴുതി കഴിഞ്ഞാൽ equal 0 എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റില്ല. 0i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. 0 into anything is 0. ഓക്കെ ഓക്കെ. ഇനി എന്ത് ചെയ്യാം? എ ക്രോസ് ബി എടുക്കാം. സോ വാട്ട് ഈസ് എ ക്രോസ് ബി? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു determinant of I, j, k unit vectors 2, 3, minus 1, 4, 6, minus lambda. Okay. Determinant എനിക്ക് എന്ത് കിട്ടും? This is equal to എന്താണ്? I into I വരുന്ന റോവും കോളും ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈനസ് 3 ലാംഡ പ്ലസ് 6 എന്ന് കിട്ടും. ഓക്കെ. മൈനസ് ജെ ഇൻറ്റു മൈനസ് 2 ജെ എന്ന റോവും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ മൈനസ് 2 ലാംഡ. നോക്ക്, ജെ എന്ന റോവും കോളും ഒഴിവാക്കി 2 ഇൻറ്റു മൈനസ് ലാംഡ മൈനസ് 2 ലാംഡ മൈനസ് മൈനസ് എന്ത് വരും? മൈനസ് 1 ഇൻറ്റു 4 വരും. അപ്പോൾ പ്ലസ് 4 എന്ന് വരും അത്. ഓക്കെ, പ്ലസ് 4 നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് കുറച്ചുകൂടെ സ്പീഡിൽ എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, പ്ലസ് കെ ഇൻറ്റു 12 മൈനസ് 12. ഓക്കെ, സോ ദിസ് തിങ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, എ ക്രോസ് ബി ഈക്വൽ 0 ആണ് എപ്പോൾ എൻ്റെ വെക്ടേഴ്സ് പാരലൽ ആണ് എങ്കിൽ. അപ്പോൾ 0i പ്ലസ് 0j പ്ലസ് 0k ആണ്. ഓക്കെ, സോ ദിസ് തിങ് ഇസ് ഈക്വൽ ടു എന്താണ്? 0i പ്ലസ് 0j പ്ലസ് 0k. ഓക്കെ, ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടുകയാണ്? ഇനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 6ന് ഞാൻ ആദ്യം കൂട്ടുകയെന്ന് വിചാരിക്കുക. അപ്പോൾ 6 മൈനസ് 3 ലാംഡ, ഇതിനെ ആദ്യം എഴുതുന്നേ ഉള്ളൂ. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണെന്ന് അറിയാലോ. ഇൻറ്റു ഐ. ഓക്കെ, പിന്നെയോ മൈനസ് ജെ ഇൻറ്റു 4 മൈനസ് 2 ലാംഡ പ്ലസ് കെ ഇൻറ്റു 0. ഓക്കെ, അല്ലെങ്കിൽ 0 ഇൻറ്റു കെ. 12 മൈനസ് 12 എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ 0 കെ ഇസ് ഈക്വൽ ടു എന്താണ്? ഓക്കെ അല്ല, 0 കെ ആണ്. ഇസ് ഈക്വൽ ടു ജെ ഇപ്പുറത്ത് എഴുതാൻ പറ്റുമോ അല്ലേ? ജെ ഇപ്പുറത്ത് ഓക്കെ അല്ല, 0 കണ്ടു. 0i പ്ലസ് 0j പ്ലസ് 0k. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ഇത് പ്ലസ് ആയതുകൊണ്ട്, ഇത് ജെയിൻ്റെ കോഎഫിഷ്യന്റ് പ്ലസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലസ് ഇട്ടിട്ട് ഇവിടത്തേക്ക് മൈനസ് എടുക്കുന്നു. എന്തായി കഴിഞ്ഞാൽ തെറ്റില്ലല്ലോ? പ്രശ്നമൊന്നുമില്ല, ഇല്ല. ഓക്കെ, അപ്പോൾ എനിക്കറിയാം എന്താണ് ഇത് സാറ്റിസ്ഫൈഡ് ആയി. ദിസ് ഈസ് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഇനി ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ദിസ് ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് സാറ്റിസ്ഫൈ ചെയ്യിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. നമുക്ക് തൽക്കാലത്തേക്ക് രണ്ടും എടുത്ത് ചെയ്യാം. ഓക്കെ, നമുക്ക് തൽക്കാലം ചെയ്യാം, രണ്ടും എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ LHS is equal to RHS ആവണമെങ്കിൽ എന്ത് എനിക്ക് പറയാൻ വേണ്ടി പറ്റും? 6 മൈനസ് 3j is equal to 0 എന്നായിരിക്കണം. Equating the coefficients of unit vector i. I എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എത്രയാണ്? 6 മൈനസ് 3 ലാംഡയാണ്. ഇവിടെയോ 0 ആണ്. ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എനിക്ക് 6 ഇസ് ഈക്വൽ ടു 3 ലാംഡ എന്ന് കിട്ടി. ഈ 3 ലാംഡ ഇസ് ഈക്വൽ ടു 6 എന്ന് എഴുതാലോ അതിനെ. ലാംഡ ഇസ് ഈക്വൽ ടു 6/3 ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അല്ല, ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നത് ജെയിൻ്റെ കോഎഫിഷ്യൻ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇക്വേറ്റിംഗ് ദി കോഎഫിഷ്യൻ്റ്, ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻ്റ് ഓഫ് ജെ ആണെങ്കിലോ, ജെയുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? -4 മൈനസ് 2 ലാംഡ ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ -4 പ്ലസ് 2 ലാംഡ ഇസ് ഈക്വൽ ടു 0. 2 ലാംഡ ഇസ് ഈക്വൽ ടു 4 അല്ലെ? ഈ 4 അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലാംഡ ഇസ് ഈക്വൽ ടു 4/2 ഓർ ലാംഡ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ രണ്ട് രീതിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? ലാംഡ ഇസ് ഈക്വൽ ടു 2 എന്ന് തന്നെ കിട്ടുക. അപ്പോൾ അവസാനം എടുത്ത് എഴുതുക. Therefore the value of lambda is lambda is equal to 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് ലാംഡ എന്താണ്? 2 ആണെന്ന് അവസാനം എടുത്ത് എഴുതി.
അവസാനിപ്പിച്ചേക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിച്ചത് പാരലൽ ആണെങ്കിൽ എ ക്രോസ് ബി 0 വെക്ടർ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, നമുക്കൊരു അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് വെർട്ടീസസ് ആർ എ എന്ന് പറയുന്ന വെർട്ടീസ് എന്താണ് I മൈനസ് ജെ ആണ്. ബി എന്ന് പറയുന്ന വെർട്ടീസ് എന്താണ് 2i പ്ലസ് ജെ പ്ലസ് 5k. സി എന്ന് പറയുന്ന വെർട്ടീസ് എന്താണ് ജെ പ്ലസ് 2k ആണ്. ഓക്കെ, അതായത് ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്, അതിൻ്റെ വെർട്ടീസസ് എ എന്ന് പറയുന്ന പോയിന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് I മൈനസ് ജെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറയുന്ന പോയിന്റ് 2i പ്ലസ് ജെ പ്ലസ് 5k ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സി എന്ന് പറയുന്ന ഈ പോയിന്റ് ജെ പ്ലസ് 2k ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഏരിയ കാണും. ഓക്കെ, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കാണും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡ്, ഈ സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എ വെക്ടർ എന്ന് പറഞ്ഞിട്ടാണ്, ട്രയാങ്കിൾ ഈ സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബി വെക്ടർ എന്ന് പറഞ്ഞിട്ടാണ് എങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ് ഹാഫ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ്. ഹാഫ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഹാഫ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്ന സാധനം ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ ആ കാര്യം? അപ്പോൾ ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിൻ്റെ രണ്ട് ലെങ്ത്തുകൾ, ഓക്കെ, രണ്ട് ലെങ്ത്തുകൾ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഹാഫ് എ ക്രോസ് ബി ആണ് ഇതിൻ്റെ ഏത് ഏരിയ എന്ന് പറയുന്ന സാധനം. ഓക്കെ, രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ, ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് എ ക്രോസ് ബി ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കാണണം? നമുക്ക് ആ രണ്ട് സൈഡുകളൊന്ന് കണ്ടുപിടിക്കണം ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ, അല്ലേ? അപ്പോൾ സേ ദിസ് ഇസ് എ വെക്ടർ ആൻഡ് ദിസ് ഇസ് ബി വെക്ടർ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എ വെക്ടർ എന്ന് വിചാരിക്കുക, ദിസ് ഇസ് എ വെക്ടർ ആൻഡ് ദിസ് ഇസ് ബി വെക്ടർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന എ എന്ന് പറഞ്ഞാൽ എ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ വെക്ടർ ഇസ് ഈക്വൽ ടു വെക്ടർ എ ബി, അല്ലേ? വെക്ടർ എ ബി ആണ് എ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ബി വെക്ടർ എ ആൻഡ് ദിസ് ബി വെക്ടർ ബി. അപ്പോൾ എ ബി ആണ് വെക്ടർ എ എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്ന വെക്ടർ എ സി ആണ് ബി എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ പറയുക, അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നെ, പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ തന്നെയാണ്. അപ്പോൾ പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ പൊസിഷൻ വെക്ടർ തന്നെയാണ്. അപ്പോൾ ഒ ബി മൈനസ് ഒ എ എന്താണിത്? ഒ ബി എന്താണ്? ഇതാണ് 2i പ്ലസ് ജെ പ്ലസ് 5k മൈനസ് എന്താണ് i മൈനസ് 1 ഇൻറ്റു ജെ. ഓക്കെ, അതേപോലെ ഇതിന് ഉത്തരം എന്തായിരിക്കും? ദിസ് വിൽ ബി ഈക്വൽ ടു i മൈനസ് 4j മൈനസ് k എന്നായിരിക്കും ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ക്ലിയർ? സോറി, ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഇതിൻ്റെ ഉത്തരം i പ്ലസ് ജെ പ്ലസ് 6k ആയിരിക്കും. ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഇതിൻ്റെ ഉത്തരം i പ്ലസ് ജെ പ്ലസ് 6k എന്നായിരിക്കും ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഒ ബി അതാണ്. ഇനിയോ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒ സി മൈനസ് ഒ എ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഒ സി എന്താണ്? ജെ പ്ലസ് 2k മൈനസ് ഐ മൈനസ് കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് 3k. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ഇതാണ് എൻ്റെ രണ്ട് വെക്ടേഴ്സ് എ ബി എന്ന് പറയുന്ന വെക്ടേഴ്സ്. അപ്പോൾ എ എന്താണെന്ന് എടുത്ത് എഴുതാം. എ എന്താണ്? എ ഇസ് ഈക്വൽ ടു എന്താണ്? എ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് 6k. ഓക്കെ, ബി ഇസ് ഈക്വൽ ടു മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് 3k. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വെക്ടർ എങ്കിൽ എനിക്കറിയാം എന്താണ്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്താണ്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്താണ്? ഇസ് ഈക്വൽ ടു ഹാഫ് മോഡുലസ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വെക്ടർ എ ക്രോസ് വെക്ടർ ബി കാണാം. ഓക്കെ, ഫസ്റ്റ് ഫൈൻഡ് വാട്ട് ഈസ് വെക്ടർ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എന്താണ്? ഐ ജെ കെ, പിന്നെയോ 1 1 6 മൈനസ് 1
1 3 അല്ലേ, -1 1 3 ഡിറ്റർമിനന്റ് ഓഫ്. ഇതിൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞ രീതിയിൽ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? -3i -9j + 2k എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എന്ത് എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ. എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ എന്താണ്? -3i -9j + 2k എന്ന് കിട്ടും. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിച്ച അതേ രീതിക്ക് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ 2-3 പ്രോബ്ലം ഇപ്പോൾ അതിൽ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ് കാണേണ്ടത്. അപ്പോൾ അതിന് എന്ത് വേണം? ഏരിയ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എ ക്രോസ് ബി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡ് എ ക്രോസ് ബി എന്താണ്? ഇതാണ് എ ക്രോസ് ബി. അപ്പോൾ റൂട്ട് ഓഫ് -3 സ്ക്വയർ പ്ലസ് -9 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഓക്കെ, ഇതാണ് എന്ത്? മോഡുലസ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എന്താ കിട്ടുക? ഹാഫ് ഇൻറ്റു 3 സ്ക്വയർ എന്താ വരിക? റൂട്ട് ഓഫ് 9 -3 സ്ക്വയർ 9 പ്ലസ് -8 സ്ക്വയർ 9 സ്ക്വയർ 81 പ്ലസ് 4 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് 81 പ്ലസ് 9 എത്രയാണ്? 81 പ്ലസ് 9 is 90 plus 4 94. അപ്പോൾ this is equal to root 94 divided by 2. Okay, root 94 divided by 2. Root of 94 divided by 2 അല്ല, root 94 divided by 2 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? ഏരിയ എന്ന് പറയുന്നത്. അത്രയും യൂണിറ്റ്സ് ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അത്രയും യൂണിറ്റ്സ്. ഏരിയ എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ മില്ലിമീറ്റർ സ്ക്വയർ ഉണ്ടാവില്ലേ? അപ്പോൾ അത്രയും യൂണിറ്റ്സ് ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, ഇനി അടുത്തതും എന്താണ്? ഫൈൻ ഏരിയ തന്നെയാണ്, പക്ഷെ പാരലോഗ്രാമിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലം തന്നെയാണത്. ഓക്കെ, അപ്പോൾ ഒരു പാരലോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് എ പാരലോഗ്രാം. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? വെക്ടർ ഇത് വെക്ടർ എ ആണെന്ന് വിചാരിക്കുക, ഇത് വെക്ടർ ബി ആണെന്ന് വിചാരിക്കുക. പാരലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് അങ്ങനെയാണ് എങ്കിൽ ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി. ഇതാണ് എ ക്രോസ് ബി ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. മോഡുലസ് ഓഫ് എ ക്രോസ് ബി, ഒരു എ ക്രോസ് ബി അല്ല, മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ ഡയഗണൽസ് ആണ് തരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഡയഗണൽസ് ആണ് തരുന്നതെന്ന് വിചാരിക്കുക. ഈ രണ്ട് ഡയഗണൽസ്, ഇപ്പോൾ ഈ വെക്ടറാണ്, ഇപ്പോൾ സപ്പോസ് എ വെക്ടർ എന്ന് വിചാരിക്കുക, ഈ വെക്ടറാണ് ബി വെക്ടർ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡയഗണൽസ് ആണ് എനിക്ക് തന്നിരിക്കുന്നത് എങ്കിൽ എന്താണ്? ഏരിയ എന്തായിരിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് തന്നിരിക്കുന്നത് നോക്കുക. ഡയഗണൽസ് ആണ് ഇവിടെ തരുന്നതെങ്കിൽ, ഹാഫ് എ ക്രോസ് ബി ആയിരിക്കും, മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. നമുക്ക് എന്ത് തരികയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ്സ് ആണ് തരുന്നതെങ്കിൽ, ഓക്കെ, സൈഡ്സ് ആണ് തരുന്നതെങ്കിൽ, ഓക്കെ, സൈഡ്സ് ആണ് എയും ബിയും എങ്കിലാണ് എന്ത്? ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, നേരത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ് എയും ബിയും വന്നു കഴിഞ്ഞാൽ ഹാഫ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ്. ഇവിടെ സൈഡ്സ് എയും ബി ആണെങ്കിൽ ഏരിയ എന്താണ്? മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ്. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാനൊരു ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ ട്രയാങ്കിൾ അല്ലേ, പാരലോഗ്രാം ആയതുകൊണ്ട് ആ ഏരിയയും ഈ ഏരിയയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് ഹാഫ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി, ഇത് ഹാഫ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എ ക്രോസ് ബി എന്ന് എനിക്ക് കിട്ടും. ഓക്കെ, കാരണം ഇതും എന്താണ്? ഇതും എ എന്താണ്? ഇതും എ ആണ്, ഇതും ബി ആണ്. ഓക്കെ, പാരലോഗ്രാം ആയതുകൊണ്ട്. ഓക്കെ, പാരലോഗ്രാം ആയതുകൊണ്ട് മാത്രം. ഓക്കെ, യെസ്. അപ്പോൾ ഈ കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൈഡ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എന്താണ്? മോഡുലസ് ഓഫ് എ ക്രോസ് ബി. ഡയഗണൽസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഹാഫ് എ ക്രോസ് ബി ആണ് ഏതിൻ്റെ? പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ, സൈഡ്സ് ആണോ അല്ല ഡയഗണൽസ് ആണോ തന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഫൈൻഡ് ദി ഏരിയ ഓഫ് എ പാരലോഗ്രാം ഹൂസ് അഡ്ജസൻറ്റ് സൈഡ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഡിറ്റർമിൻ ബൈ വെക്ടർ എ. ഇതാണ് ഒരു സൈഡ്, ഇതാണ് അടുത്ത സൈഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏരിയ എന്താണ്? ഏരിയ ഓഫ് പാരലോഗ്രാം എന്താണ്? സൈഡ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഏരിയ ഓഫ് പാരലോഗ്രാം എങ്ങനെയാണ്? ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ക്രോസ് ബി. എന്താണ് എ എന്ന് പറഞ്ഞാൽ? എ എൻ ബി, വെക്ടർ എ എൻ ബി എന്താണ്?
adjacent sides of parallelogram അല്ലേ? adjacent sides of parallelogram. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്താണ്? എ ഈസ് ഈക്വൽ ടു, ഇവിടെ എ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് മൈനസ് 1 ഇൻറ്റു ജെ, 1 ഐ നിന്ന് 1 ഐ എഴുതാം, ജെ പ്ലസ് 3k. ഓക്കെ, ബി എന്താണ്? ബി ഈസ് ഈക്വൽ ടു 2i പ്ലസ് മൈനസ് 7j പ്ലസ് 1k എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കാണണം? ആദ്യം എ ക്രോസ് ബി ആണ്. സോ വാട്ട് ഇസ് എ ക്രോസ് ബി? എ ക്രോസ് ബി എന്താണത്? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഐ ജെ കെ. എ എന്താണ്? 1 മൈനസ് 1 3. ബിയുടെ കോഎഫിഷ്യൻസ് എന്താണ്? 2 മൈനസ് 7 1. ഓക്കെ, ഇതാണ് ഡിറ്റർമിൻ. ഇതിന് ഡിറ്റർമിൻ കാണാം. ഇതിന് ഡിറ്റർമിൻ എങ്ങനെ കാണേണ്ടതെന്ന് നമുക്കറിയാം. ഓക്കെ, ഫസ്റ്റ് ഐ എടുക്കുന്നു. ഓക്കെ, പോസിറ്റീവ് ആണ്. പിന്നെ എന്താണ്? അതിൻ്റെ റോവും കോളവും കളയുന്നു, ബാക്കി ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ദിസ് മച്ച് എന്ന് കിട്ടി. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20i പ്ലസ് 5j മൈനസ് 5k എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, 20i പ്ലസ് 5j മൈനസ് 5k എന്ന് കിട്ടും. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത അതേ രീതിക്ക് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയാത്തത്. ഓക്കെ, ഇനി എന്ത് വേണം? അപ്പോൾ ഏരിയ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബി എന്താണ്? എ ക്രോസ് ബി ഇതാണ്. ഓക്കെ, അപ്പോൾ മോഡുലസ് എന്ത് കിട്ടും നമുക്ക്? റൂട്ട് ഓഫ് 20 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് മൈനസ് 5 സ്ക്വയർ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 20 സ്ക്വയർ എത്രയാണ്? 400 ആണ്. അപ്പോൾ 400 പ്ലസ് 25, 5 സ്ക്വയർ മൈനസ് 5 into 25. This is equal to how much? Root of 450. 25 square. Okay. So this is root of 450. That much units. Okay. ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അതാണ് എന്ത്? ഏരിയ ഓഫ് ദി പാരലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് എഴുതുമ്പോൾ തെറ്റിക്കാതെ. ഇവിടെയാണ് നമ്മൾ സാധാരണ എല്ലാവർക്കും തെറ്റ് പറ്റുന്നത്. ഇവിടെയാണ്. ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോഴാണ് എല്ലാവർക്കും തെറ്റ് പറ്റുക. ഓക്കെ, ആ കാര്യം വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കും. ഓക്കെ, വേണമെങ്കിൽ ഞാനിത് വേണമെങ്കിൽ ഒന്ന് എഴുതാം. ഇതെങ്ങനെ വരുന്നു എന്നുള്ള കാര്യം ഒന്ന് എഴുതാം. ഓക്കെ, എന്താണ്? ഐ വരുന്ന റോവും കോളും ഒഴിവാക്കുക. മൈനസ് 1 ഇൻറ്റു 1 ഇതാണത്. മൈനസ് 1 മൈനസ് 3 ഇൻറ്റു മൈനസ് 7 ഇതാണത്. മൈനസ് 21 അല്ലേ? 3 ഇൻറ്റു മൈനസ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 21. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു എന്താണ്? ജെ എന്ന റോവും കോളും ഒഴികെ 1 ഇൻറ്റു 1 1 മൈനസ് 3 ഇൻറ്റു 2 6. ഓക്കെ, പ്ലസ് കെ ഇൻറ്റു എന്താണ്? കെ വരുന്ന റോവും കോളും ഒഴിവാക്കുക. 1 ഇൻറ്റു മൈനസ് 7 മൈനസ് 7 മൈനസ് 1 ഇൻറ്റു മൈനസ് 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതെന്താവും? ഐ മൈനസ് 1 മൈനസ് 21. ഇത് പ്ലസ് ആയി പോകും. അപ്പോൾ 21 മൈനസ് 1 ആവും 20i. പിന്നെയോ മൈനസ് 1 മൈനസ് 6 മൈനസ് 5. ഇവിടെയും മൈനസ് ആയിരുന്നു. പ്ലസ് 5. പിന്നെയോ മൈനസ് 7 മൈനസ് 7 പ്ലസ് ആവും. പ്ലസ് 2 എന്ന് പറയുമ്പോൾ മൈനസ് 5. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതുക. ഞാനത് എല്ലാത്തിലും പറയണ്ടല്ലോ എന്നുള്ളതിലാണ് പറയാതെ സ്പീഡിൽ പോയത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് നോക്കുക. ഓക്കെ, നിങ്ങൾ എഴുതുക. എഴുതി തെറ്റുന്നുണ്ടെങ്കിൽ ഈ സാധനം നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ വർക്ക് പറഞ്ഞതുപോലെ ഇവിടെ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് മൊമെൻ്റ് ആണ്. മൊമെൻ്റ് ഓഫ് എ ഫോഴ്സ് ആണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് എ ഫോഴ്സ് ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. ഓക്കെ, എന്താണ് മൊമെൻ്റ് ഓഫ് എ ഫോഴ്സ്? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? സപ്പോസ് പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കൂടെ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാം. ഓക്കെ, എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്ക് എന്താക്കേണ്ടത്? എനിക്ക് ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് കാണണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഫോഴ്സ് കാരണം ക്യൂ എന്ന് പറയുന്ന പോയിന്റിന് എബൌട്ട് ആയിട്ടുള്ള എന്താണ് മൊമെന്റ് കാണണമെന്ന് വിചാരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ എനിക്ക് എന്തുണ്ട്? എനിക്ക്
എനിക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. ഏതാണ് ഫോഴ്സ്? ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്. എനിക്കെന്തുണ്ട്? ഒരു പോയിന്റിന് എബൌട്ടായിട്ട്, പി എന്ന് പറയുന്ന പോയിന്റിന് എബൌട്ടായിട്ട് ആരെ ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് കാണേണ്ടത് ക്യൂ എന്ന് പറയുന്ന പോയിന്റിന് എബൌട്ടായിട്ടുള്ള മൊമെന്റ് ആണ്. ഓക്കെ, സപ്പോസ് ദിസ് വെക്ടർ ക്യൂ പി ഈസ് ആർ എന്ന് വിചാരിക്കും. ക്യൂ പി എന്ന് പറയുന്ന ഈ വെക്ടർ ആർ ആണെന്ന് വിചാരിക്കും. ക്യൂ പി എന്ന് പറയുന്ന വെക്ടർ എന്താണ്? ഇസ് ഈക്വൽ ടു വെക്ടർ ആർ ആണെന്ന് വിചാരിക്കുക. ഇറ്റ് ഇസ് ഈക്വൽ ടു വാട്ട്? ഒ പി മൈനസ് ഒ ക്യൂ ആണെന്ന് പറയാം അല്ലേ? ക്യൂ പി എന്താണ്? ഒ പി മൈനസ് ഒ ക്യൂ ആണ്. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് ഡ്യൂ ടു ദ ഫോഴ്സ് എഫ്, okay, acting at a point P about Q, okay, acting at a point P about Q is equal to എന്താണ്? R cross F. R cross F or എന്താണത്? R cross F അല്ലെങ്കിൽ in general M എന്താന്ന് പറയാം? QP cross F. QP ആണ് R എന്ന് പറയുന്നത്, QP cross F എന്ന് പറയാം, or R cross F എന്ന് പറയാം. ഓക്കെ, അപ്പം മൊമെന്റിന്റെ ഇക്വേഷൻ എന്താണ്? M is equal to മൊമെന്റ് വെക്ടർ ആണ് എന്ന് കാര്യം ഓർക്കുക. ക്യൂ പി ക്രോസ് എഫ്, അല്ലെങ്കിൽ ക്യൂ പി എന്താണ്? ആർ വെക്ടർ ആണ്, ആർ ക്രോസ് എഫ് ആണ്. ഓക്കെ, നമുക്കറിയാമല്ലോ അല്ലേ എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ? അത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കും. ഇതാണ് തീറ്റ എന്ന് വിചാരിക്കും. ഓക്കെ, സോ ദി ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടർ ആൻഡ് ദ ഫോഴ്സ് ഈസ് വാട്ട്? തീറ്റ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് തീറ്റ ആണ് എങ്കിൽ ദിസ് ഈസ് ഓൾസോ തീറ്റ. അപ്പോൾ ഇത് എനിക്ക് വേണമെങ്കിൽ ആർ വെക്ടർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഈ ആർ വെക്ടറിന് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ വെക്ടറും ഇതും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഓർ ദിസ് ഇസ് 180 മൈനസ് തീറ്റ. ഓക്കെ, 180 മൈനസ് തീറ്റ എങ്ങനെയാണ് എടുക്കാം? അപ്പോൾ വെക്ടർ എന്നുള്ള ആംഗിൾ 180 മൈനസ് തീറ്റയാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് വേണം, ഏത് എടുക്കാം. 180 മൈനസ് തീറ്റ എടുക്കുന്നുണ്ടെങ്കിൽ 180 മൈനസ് തീറ്റ എടുക്കാം. ഓക്കെ, ഇങ്ങനെയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ ഉത്തരം തന്നെയാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ്? അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് ആർ ആണ്, ഇത് തീറ്റ ആണ് എങ്കിൽ ഇതെന്താണ്? ഈ സാധനം എന്താണ്? ഈ സാധനം സൈൻ തീറ്റ അല്ലേ? എന്ത് സൈൻ തീറ്റ? ആർ സൈൻ തീറ്റ. ഇത് ആർ ആണ്, ഇത് തീറ്റ ആണെങ്കിൽ ദിസ് ആർ സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ സൈൻ തീറ്റ ആണ്. അപ്പോൾ എന്താണ് എനിക്ക് കിട്ടുന്നത്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? എന്താണത്? ആർ സൈൻ തീറ്റ. ഓക്കെ, ഇനി ആറിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ചോദിക്കാം. ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആർ എഫ് സൈൻ തീറ്റ. ആർ എഫ് സൈൻ തീറ്റ എന്താണ്? ആർ ക്രോസ് എഫ്. ഓക്കെ, ആർ ക്രോസ് എഫ്. അല്ലെങ്കിൽ ഇവിടുന്ന് എനിക്ക് പറയാം ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ആർ എഫ് സൈൻ തീറ്റ ആണ്. ഓക്കെ, അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മൊമെന്റ് കിട്ടുന്നത്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ഇക്വേഷൻ ആർ ക്രോസ് എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ക്യൂ പി ക്രോസ് എഫ് എന്ന് പറയുന്നത്. ഓർക്കാനുള്ളത് ക്യൂ ഏത് പോയിന്റ് ആണ്, പി ഏത് പോയിന്റ് ആണെന്നുള്ള കാര്യം ഓർക്കണം. അത് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നെഗറ്റീവ് വാല്യൂ കിട്ടും. ഓക്കെ, അത് ഓർക്കാനൊരു എളുപ്പ വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. ഇപ്പോൾ ആർ ക്രോസ് എഫ് ആയതുകൊണ്ട് ആർ ഇസ് ഈക്വൽ ടു, ഓക്കെ, ആർ എന്ന് പറയുന്ന വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മൾ ഒ പി മൈനസ് ഒ ക്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയിന്റ് പി ആണ് എന്നുള്ള കാര്യം ഓർക്കുക. പോയിന്റ് പി എപ്പോഴും അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ പടം ഇങ്ങനെ, ഓക്കെ, ഈ പി എന്ന് പറയുന്ന പോയിന്റ് കൂടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ക്യൂ ആണ് എന്ത്? എൻ്റെ മൊമെന്റ് എടുക്കുന്ന പോയിന്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഓർക്കാനുള്ളത് എന്തിനെ എന്തുകൊണ്ട് മൈനസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് മൈനസ്, ഓക്കെ, ആക്ടിങ് പോയിന്റ്, ഓക്കെ, ആക്ടിങ് പോയിന്റ് മൈനസ് എബൌട്ട് പോയിന്റ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. എബൌട്ട് പോയിന്റ് പി ക്യൂ തന്നെ എപ്പോഴും തരണമെന്നില്ല. അപ്പോൾ ആക്ടിങ് പോയിന്റ് ആർ ഇസ് ഈക്വൽ ടു ആക്ടിങ് പോയിന്റ് മൈനസ് എബൌട്ട് പോയിന്റ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആർ ഇസ് ഈക്വൽ ടു ആക്ടിങ് പോയിന്റ് മൈനസ് എബൌട്ട് പോയിന്റ് എന്നുള്ള ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ആക്ടിങ് പോയിന്റ് മൈനസ് എബൌട്ട് പോയിന്റ്, ഇതാണ് ഓർത്ത് വെക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? നെഗറ്റീവ് വാല്യൂസ് വരും. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു ആക്ടിങ് പോയിന്റ് മൈനസ് എബൌട്ട് പോയിന്റ്. ഓക്കെ, ആർ ഈക്വൽ ടു ആക്ടിങ് പോയിന്റ് മൈനസ് എബൌട്ട് പോയിന്റ് എന്നുള്ള ട്രിക്കാണ്. ഓക്കെ, സാധാരണ ഇതിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, നമ്മൾ ഓർക്കാൻ വേണ്ടി ആക്ടിങ് പോയിന്റ് മൈനസ് എബൌട്ട് പോയിന്റ് എന്ന്
ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? യെസ്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സൊല്യൂഷൻ എന്താണ്? എഫ് ഫോഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഫൈൻഡ് ദി മൊമെന്റ് അബൌട്ട് ദി പോയിന്റ്. അപ്പോൾ എബൌട്ട് പോയിന്റ് ആണ് ഇത്, എബൌട്ട് പോയിന്റ് ഇത്. ഓക്കെ, I plus 2j minus k of a force, moment of a force represented by എന്താണ്? ഇതാണ് ഫോഴ്സ്. ഓക്കെ, I plus 2j plus k, ഇതാണ് ഫോഴ്സ്. ആക്ടിങ് ത്രൂ എ പോയിന്റ്, ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്, ഇതാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് പി, ദിസ് ഇസ് ക്യൂ, ഇതാണ് ക്യൂ, ആൻഡ് ദിസ് ഇസ് എഫ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്നിട്ട് എന്താണ് പി, എന്താണ് ക്യൂ, എന്താണ് എഫ് എന്ന് കിട്ടി. അപ്പോൾ ആദ്യം എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? I plus 2j plus 1k. 1i എന്ന് എഴുതി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, 1i. ഓക്കെ, പിന്നെയോ പി ഇസ് ഈക്വൽ ടു എന്താണ്? പോയിന്റ് പി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഒ പി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഒ പി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, എന്താണ്? 2i plus 3j plus 1k എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ഒ ക്യു ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. എങ്ങനെയാണ്? I plus 2j minus 1k, പ്ലസ് മൈനസ് ആണ്. ഓക്കെ, 1 ആണ്. ഇനി അല്ലാത്തവർക്ക് എങ്ങനെ എഴുതാം? R ഇസ് ഈക്വൽ ടു, ഇത് എഴുതുന്നില്ല എന്ന് വിചാരിക്കും, ഈ ഭാഗം നിങ്ങൾ എഴുതുന്നില്ലെങ്കിൽ R വെക്റ്റർ ഇസ് ഈക്വൽ ടു എന്താണ്? ആക്ടിങ് പോയിന്റ്, ആക്ടിങ് മൈനസ് എബൌട്ട് എഴുതുന്നത്. ഓക്കെ, ആക്ടിങ് മൈനസ് എബൌട്ട്, ആക്ടിങ് പോയിന്റ് മൈനസ് എബൌട്ട് പോയിന്റ് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പി ക്യൂ ഇസ് ഈക്വൽ ടു, സോറി, ക്യൂ പി ഇസ് ഈക്വൽ ടു എന്ന് കിട്ടും? ഒ പി മൈനസ് ഒ ക്യൂ എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 2i plus 3j minus, sorry, plus 1k minus I 1i plus 2j plus 1k എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണല്ലോ? പ്ലസ് മൈനസ് 1 പ്ലസ് മൈനസ് 1k എന്ന് എനിക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നിന്നാണെങ്കിലും അത് തന്നെയാണ് എനിക്ക് കിട്ടുക. എന്താണ്? ആക്ടിങ് പോയിന്റ് എന്താണ്? ആക്ടിങ് പോയിന്റ് 2i plus 3j plus k മൈനസ് എബൌട്ട് പോയിന്റ് എന്താണ്? എബൌട്ട് പോയിന്റ് 1i plus 2j plus minus 1k. അപ്പോൾ രണ്ട് രീതിക്ക് ഏതാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. ഓക്കെ, ഇങ്ങനെ പഠിക്കുന്നതാണെങ്കിൽ തെറ്റാനുള്ള ചാൻസ് കുറവായിരിക്കും. R is equal to എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ. സോ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 2 ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2i മൈനസ് 1i എന്താണ്? ഇസ് ഈക്വൽ ടു 1i. 3j മൈനസ് 2j എന്താണ്? ഇസ് ഈക്വൽ ടു പ്ലസ് 1j. ഓക്കെ, ഇനിയോ 1k, ഇത് 1k ആണ്, 1k മൈനസ് 1k. അപ്പോൾ 1 മൈനസ് 1 ഇൻറ്റു k. അപ്പോൾ 1 മൈനസ് 1 എന്താണ്? 1 മൈനസ് 1 എന്താണ്? 2 ആണ്, പ്ലസ് 2k. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ R എന്ന് പറയുന്ന വെക്റ്റർ എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ R എന്ന് പറയുന്ന വെക്റ്റർ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, ഇനി R കിട്ടി. ഈ മൊമെന്റ് എന്താണ്? മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, മൊമെന്റ് ഓഫ് ഫോഴ്സ് ഉണ്ട്, മൊമെന്റ് ഓഫ് മൊമെന്റ് ഉണ്ട്. എന്താണ്? R ക്രോസ് എഫ് ആണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു R എന്താണെന്നറിയാം, എഫ് എന്താണെന്നറിയാം, I j k. R എന്താണ്? 1 കോഎഫിഷ്യൻസ് 1 1 2, എഫിൻ്റെ കോഎഫിഷ്യൻസ് 1 2 1. ഓക്കെ, 1 1 2 1 2 1. ഓക്കെ, ഞാൻ പെട്ടെന്ന് എഴുതി പോയേക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യണം. I വരുന്ന റോങ് കോളം ക്യാൻസൽ ചെയ്യുക. 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 2 2, അപ്പോൾ മൈനസ് 4, 2 ഇൻറ്റു 2 വരെ 2 ഇൻറ്റു 4 മൈനസ് 4, മൈനസ് ജെ ഇൻറ്റു ജെ വരുന്ന റോങ് കോളം ക്യാൻസൽ ചെയ്തു. 1 ഇൻറ്റു 1 1, മൈനസ് 2 ഇൻറ്റു 1 2. ഓക്കെ, പ്ലസ് കെ ഇൻറ്റു കെ വരുന്ന റോങ് കോളം ക്യാൻസൽ ചെയ്തു. 1 ഇൻറ്റു 2 2, മൈനസ് 1 ഇൻറ്റു 1 1. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? ദിസ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു മൈനസ് 3 മൈനസ് ജെ ഇൻറ്റു മൈനസ് 1 പ്ലസ് കെ ഇൻറ്റു 1 അല്ലേ? അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 3i പ്ലസ് ജെ എന്നുള്ള പ്ലസ് മൈനസ് മൈനസ് പ്ലസ് കെ. ഓക്കെ, മൈനസ് 3i മൈനസ് 3i പ്ലസ് ജെ പ്ലസ് കെ. അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ക്ലിയർ ആണല്ലോ അത്. -3i പ്ലസ് ജെ പ്ലസ് കെ ആണ് നമ്മുടെ മൊമെൻറ്റ് എന്ന് പറയുന്ന കാര്യം എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതിൻ്റെ എന്ത് വേണം നമുക്ക്? ഇതിൻ്റെ മോഡുലസ് വേണം കണ്ടുപിടിക്കാം. മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു, ഇതൊരു വെക്ടറാണ്, ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആണ്. ഇനി മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ എന്താണ് വാല്യൂ കിട്ടണമെങ്കിൽ ഇത്ര ന്യൂട്ടൺ മീറ്റർ ആണ് എന്നാണല്ലോ നമ്മൾ പറയാറ് സാധാരണ. ഇത് ഈക്വൽ ടു എന്താണ് അതിൻ്റെ മോഡുലസ് ഉണ്ടാവുക. ഇപ്പം -3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? വിച്ച് ഇസ് ഈക്വൽ ടു √9 പ്ലസ് 110 പ്ലസ് 1 √11 യൂണിറ്റ്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അവസാനം എന്ത് ചെയ്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറ് ദിസ് മച്ച് ന്യൂട്ടൺ മീറ്റർ എന്നാണ് സാധാരണ നമ്മൾ പറയാറ്. അതുകൊണ്ട് ഇത് എന്ത് എഴുതി വെച്ചേക്കാം? ഇങ്ങനെ എഴുതി വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെക്റ്റർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഭാഗം. വളരെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ.